ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. 5 ഇയർ പ്ലാൻ. 5 ഇയർ പ്ലാന് നമ്മുടെ എല്ലാ PSC പരീക്ഷകൾക്കും അതുപോലെ തന്നെ UPSC പരീക്ഷകൾക്കും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനുമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ലോകത്താദ്യമായി പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കൊണ്ടുവന്നത് ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യ ഈ ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പദ്ധതികളുടെ ഉദ്ദേശ്യം. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയം എന്നിവയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയാണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 1956 വരെയുള്ള കാലഘട്ടമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 1951 മുതൽ 56 വരെയുള്ള കാലഘട്ടം. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച തീയതി 1951 ഏപ്രിൽ 1-നാണ്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് എന്നാണ്? 1951 ഏപ്രിൽ 1-ന്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നാണ്. ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഫക്രാൻഡങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി എന്നീ പ്രധാന അണക്കെട്ടുകളും ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് വന്നത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. 1952 കുടുംബാസൂത്രണം നടപ്പിലാക്കി. 52 സാമൂഹിക വികസന പദ്ധതി, അതായത് ഗ്രാമങ്ങളിൽ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC ആക്ട് പാസ്സാക്കിയത് 1956-ലാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC വന്നത് എന്നാണ്? 1953-ലാണ്. 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ 5 IITകളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിതമായത്. ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി എന്നിവയാണ് ഈ 5 IITകൾ. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1 ആയിരുന്നെങ്കിലും കൈവരിച്ചത് 3.6% അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയ പദ്ധതിയായിരുന്നു. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടം. വ്യാവസായിക പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. PC മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായികവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ്യവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഒരു ഉദ്ദേശ്യവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക,
രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. അപ്പം രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് കൺസേൺ എന്തായിരുന്നു? അത് തൊഴിലില്ലായ്മ കുറയ്ക്കുകയും ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയായിരുന്നു. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല എന്നിവ. രണ്ടാം പദ്ധതിക്കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് 1956 ദേശീയപാത നിയമം, ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം 1959, DRDO നിലവിൽ വന്നത് 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. DRDO നിലവിൽ വന്നത് 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി സിന്ധു നദീജല കരാർ 1960 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്തായിരുന്നു. 1956 രണ്ടാം വ്യാവസായിക നയം നടപ്പിലാക്കുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, ഇന്ത്യൻ കമ്പനീസ് ആക്ട് ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5% പക്ഷേ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കൈവരിക്കാൻ സാധിച്ചത് 4.3% വളർച്ചാ നിരക്കായിരുന്നു. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 1966. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ച പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കാരണം ഈ പദ്ധതിക്ക് വേണ്ടത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. 1961 NCERT സ്ഥാപിതമായതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1966 താഷ്കന്റ് കരാർ, 1965 നാഷണൽ ടയർ ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായതും ഈ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ആദ്യ തദ്ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിരുന്നത് 5.6% യുദ്ധം മറ്റ് കാരണങ്ങൾ മൂലം നേടാനായത് 2.8%. അടുത്തതാണ് പ്ലാൻ ഹോളിഡേ. അപ്പം 1966 മുതൽ 69 വരെയുള്ള 3 വർഷക്കാലമാണ് പ്ലാൻ ഹോളിഡേ വാർഷിക പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു. ആ സമയത്തും പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞാൽ കാലഘട്ടം 1969 മുതൽ 1974 വരെയാണ്. ലക്ഷ്യം സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. PSCയുടെ ഉത്തരപ്രകാരം തേർഡ് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. അലൻ എസ് മന്നെ അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയും നാലാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പ്രധാന നേട്ടങ്ങൾ: പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ്, 71 ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം പദ്ധതി പരാജയപ്പെടുത്താൻ കാരണമായിരുന്നു. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.7% ആയിരുന്നെങ്കിലും നേടിയത് 3.3% അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയപ്പെട്ട പദ്ധതിയായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 1978 വരെയുള്ള കാലഘട്ടമാണ്. ഇത് തയ്യാറാക്കിയത് DP ധർ ആണ്. അതുകൊണ്ട് തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി DP ധർ മോഡൽ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നിവയ്ക്കായിരുന്നു മുഖ്യ ലക്ഷ്യം. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ: ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ 1975 കൊണ്ടുവന്നു. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി, കാർഷികോൽപാദനം ലക്ഷ്യമാക്കിയ കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം എന്നിവ വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്.
മിനിമം നീഡ്സ് പ്രോഗ്രാം ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്തത് 1975 ICDS 1975. ഇന്ത്യയിലെ ആദ്യ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. അടിയന്തരാവസ്ഥ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ പിന്നീടുള്ള സുഗമമായ നടത്തിപ്പിന് തിരിച്ചടിയായി. ഈ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു. 1978 മൊറാർജി ഗവൺമെൻറ് പദ്ധതി അവസാനിപ്പിച്ചു. ലക്ഷ്യം വെച്ചത് 4.4% കൈവരിച്ചത് 4.8%. അടുത്തതാണ് റോളിംഗ് പ്ലാൻ. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചതാണ് റോളിംഗ് പ്ലാൻ. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതിനാണ് ഈ പദ്ധതി ഊന്നൽ നൽകിയത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർധാലാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർധാലാണ്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഗുണ്ണാർ മിർധാൽ. ഏഷ്യൻ ഡ്രാമ ആരുടെയാണ്? ഗുണ്ണാർ മിർധാലിൻ്റെയാണ് ഏഷ്യൻ ഡ്രാമ എന്ന ബുക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് 1950 മുതൽ 1980 വരെയുള്ള കാലഘട്ടം. കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണയാണ്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? രാജ് കൃഷ്ണയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1980 to 85. ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനിക വൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്തൊക്കെയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ. പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്ന പദ്ധതി ആരംഭിച്ചതും 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 1982 നബാർഡ് നിലവിൽ വന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ് നബാർഡ്. 1982. 1980 ഇന്ത്യയിലെ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു. ഇത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.2% നേടിയെടുത്ത വളർച്ച 5.7% 6ാം പഞ്ചവത്സര പദ്ധതി. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 1985 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. ലക്ഷ്യം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുകയായിരുന്നു. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച കാലഘട്ടമായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് ആരായിരുന്നു ചോദിച്ചാൽ അത് സാം പിത്രോഡയാണ് കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന പ്രവർത്തനങ്ങൾ 1986 ദേശീയ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നു. 1986 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1989 ജവഹർ റോസ് നഗർ യോജന, 1985 ഇന്ദിരാ ആവാസ് യോജന, 1988-89 കാലഘട്ടം മില്യൺ വെൽസ് സ്കീം എന്നറിയപ്പെട്ടു. 1989 നെഹ്റു റോസ് നഗർ യോജന എന്നിവ ഈ പദ്ധതിയുടെ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% എന്നാൽ നേടിയെടുത്ത വളർച്ചാ നിരക്ക് 6% ആയിരുന്നു. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ 1990 to 92 വാർഷിക പദ്ധതി നടപ്പിലാക്കി.
8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൻമോഹൻ മോഡൽ. മാനവ വികസനത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയായിരുന്നു. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്: പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നു. 93 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. 1995 ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായി. 1993 മഹിളാ സമൃദ്ധി യോജന കൊണ്ടുവന്നു. 1995 മിഡ് ഡേ മീൽ സ്കീം കൊണ്ടുവന്നു. 1996 ഗാന്ധിയൻ സീരീസ് നോട്ടുകൾ കൊണ്ടുവന്നു. 1992 നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ ജനകീയ ആസൂത്രണം നിലവിൽ വന്നത് 1996 ഓഗസ്റ്റ് 17 ലക്ഷ്യം 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച് വളർച്ചാ നിരക്ക് 5.6% എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8%. 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം നൽകുക, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കുക, ശുദ്ധജല വിതരണം ലഭ്യമാക്കുക, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ എന്നിവ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇത് ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രധാന പ്രവർത്തനങ്ങളാണ്: 2ാം ആണവ പരീക്ഷണം 1998 നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ 1998 കുടുംബശ്രീ നിലവിൽ വന്നതും ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. തദ്ദേശ സ്വയംഭരണ തലത്തിൽ സ്ത്രീ ഘടക പദ്ധതികൾ കൊണ്ടുവന്നതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2001 സർവശിക്ഷ അഭിയാൻ, 2002 പോട്ട, 1997 ബാലിക സമൃദ്ധി യോജന, 2000 അന്ത്യോദയ അന്ന യോജന, 2000 സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന എന്നിവ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5% 5.4% മാത്രം വളർച്ചാ നിരക്ക് നേടിയെടുക്കാനേ ഈ പദ്ധതിക്ക് കഴിഞ്ഞുള്ളൂ. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 വിദ്യാഭ്യാസം, തൊഴിൽ വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക എന്നിവയാണ് 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം. ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ കേരള മോഡൽ വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന പ്രവർത്തനങ്ങൾ: 2024 PURA പദ്ധതി, 2004 നാഷണൽ ഫുഡ് ഫോർ 2024 അല്ല കേട്ടോ, 2004 നാഷണൽ ഫുഡ് വർക്ക് പ്രോഗ്രാം, 2005 വിവരാവകാശ നിയമം, 2005 മൂല്യവർദ്ധിത നികുതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, ആശാ പദ്ധതി എന്നിവ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഇത് ലക്ഷ്യമിട്ടത് 8% വളർച്ചയായിരുന്നെങ്കിലും നേടിയത് 7.6% വളർച്ചയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ:
ആദ്മി ഭീമ യോജന 2008, ആധാർ പദ്ധതി ആദ്മി ഭീമ യോജന 2008, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, 2009 രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, 2010 പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന, 2011 രാജീവ് ആവാസ് യോജന എന്നിവ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതി, 2012 നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 20 വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ പാസ്സാക്കി. അപ്പം 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് പദ്ധതിയും 2012 നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പ്രോഗ്രാമും വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 20 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ലക്ഷ്യം വെച്ചിരുന്ന വളർച്ചാ നിരക്ക് 9% 11ാം പഞ്ചവത്സര പദ്ധതി. എന്നാൽ കൈവരിച്ചത് 8% വളർച്ചാ നിരക്ക്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെയുള്ള കാലഘട്ടമാണ്. പ്രധാന ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയായിരുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് ഒപ്പുവച്ചു. 2014 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. 2014 പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പരിപാടി കൊണ്ടുവന്നു. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. 2014 സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി. 2014 പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുഷ് ആരംഭിച്ചത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 2015 നീതി ആയോഗ് രൂപീകരിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്നു. 2015 മുദ്രാ ബാങ്ക് നിലവിൽ വന്നു. 2015 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നതും 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്നതാണ് എന്ത്? നീതി ആയോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ്. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്രദമായിരിക്കും. കാരണം പഞ്ചവത്സര പദ്ധതികൾ എല്ലാ പരീക്ഷകളുടെയും ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.